പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കറിവേപ്പില എത്ര നന്നായി വളർത്താൻ ശ്രമിച്ചിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുള്ള കാര്യം അല്ലേ. പക്ഷേ ചിലരുടെ വീടുകളിൽ കാട് പിടിച്ച് നിൽക്കുന്നതായും കാണാം. ഇപ്പോൾ ഈ കാണുന്ന കറിവേപ്പൊക്കെ ഒരു 6 മാസം മുൻപ് നല്ലതുപോലെ തഴച്ചു വളർന്നു വന്നതായിരുന്നു. കുറേ മാസങ്ങളായി ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് പരിപാലനക്കുറവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഒരു 16 ദിവസം മുൻപ് വേനലിൽ തളർന്നു പാടിയും അതുപോലെ തന്നെ കുരുടിപ്പും മുരടിപ്പും വന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ കറിവേപ്പ്. അങ്ങനെ ചികിത്സയുടെ ആദ്യപടിയായി 1.5 ലിറ്റർ വെള്ളത്തിൽ 1.5 ലിറ്റർ തേങ്ങാ വെള്ളവും 30 ഗ്രാം സ്യൂഡോമോണസും ലയിപ്പിച്ച് 9 ചെടിച്ചട്ടികളിലായി ഒഴിച്ചു കൊടുത്തു. ഇത് ചെയ്യുന്നതിന് മുൻപ് രാവിലെ മണ്ണ് നല്ലതുപോലെ നനച്ചിരുന്നു. വൈകുന്നേരമാണ് സ്യൂഡോമോണസ് കൊടുക്കേണ്ടത്. പിന്നെ ഇലകളെല്ലാം ചുരുണ്ട് നിവർന്നു നിൽക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു. അത് മാറാനായിട്ട് ഒരു തുടം വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ നീര്, 1/2 ടീസ്പൂൺ പാൽക്കായപ്പൊടി, ഇത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. അങ്ങനെ 4ാമത്തെ ദിവസം 20 ഗ്രാം ഡോളോമൈറ്റ് 2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതും ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒരു 4 ദിവസം കൂടെ കാത്തിരുന്നു. അതായത് 8ാമത്തെ ദിവസം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ 1 കപ്പ് മണ്ണുമായി മിക്സ് ചെയ്ത് ഇതും ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ വേര് വളർച്ചയ്ക്ക് ആവശ്യമായ ഹ്യൂമിക് ആസിഡ് വെള്ളത്തിൽ ചേർത്ത് തടത്തിലൊഴിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് ചെടിയുടെ അന്നത്തെ അവസ്ഥ കണ്ട് ഒട്ടും മൂടില്ലാത്തതുകൊണ്ടായിരുന്നു. കൊടുത്ത വളത്തിൻ്റെ പവർ കൊണ്ടാണോ ഉടമയെ കണ്ട സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, വീണ്ടും എല്ലാവരും ഉഷാറായി തുടങ്ങി. ഇന്നിപ്പോൾ 16ാമത്തെ ദിവസമാണ്. ഒരുപാട് നാൾ പട്ടിണി കിടന്നതല്ലേ, ഒന്നുകൂടി അങ്ങോട്ട് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് നാനോ പൊട്ടാഷ് ഒരു ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. കൂടെ തന്നെ മാഗ്നീഷ്യം സൾഫേറ്റ് അതായത് എപ്സം സാൾട്ട് അതും ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും മണ്ണുമായി ഇളക്കി ചേർക്കണം. ചാണകപ്പൊടി ഇടുന്നതുകൊണ്ട് കളകൾ പെട്ടെന്ന് വളരും. കളകളെ വളരാൻ അനുവദിക്കാതെ പിഴുതൊഴിവാക്കണം. വെയിൽ വന്നു തുടങ്ങുന്നു. രാസപ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാൻ ശീമക്കൊന്ന ഇല കൊണ്ട് പുതച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ കാണിച്ച 2 വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോവരുത്, കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചട്ടിയിൽ വളർത്തുന്ന ചെടിയായതുകൊണ്ടാണ് അത്യാവശ്യം രാസവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. വളങ്ങൾ ഇട്ടാൽ മാത്രം പോരാ, നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം. നാനോ പൊട്ടാഷ് കൂടെ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് കയറി വരാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പില ഇല മാത്രം ഊരിയെടുക്കാതെ ഇതുപോലെ കമ്പൊടിച്ച് വേണം എടുക്കാൻ. അവസാനത്തെ വളങ്ങൾ കൊടുത്തപ്പോൾ നല്ലതുപോലെ കയറി വരുന്നുണ്ട്. പിന്നെ നല്ല മഴയും കിട്ടി. എന്തായാലും ശത്രുകീടങ്ങളൊപ്പം തന്നെയുണ്ട്, തളിര് വരുമ്പോഴേക്കും നശിപ്പിക്കാനായിട്ട്. മഴയൊന്നും നിന്നിട്ട് വേണം വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കീടനിയന്ത്രണത്തിന് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജൈവ കീടനാശിനി മാറി മാറി തളിച്ചു കൊടുക്കാറുണ്ട്. പുകയില കഷായത്തിൽ ബാർ സോപ്പ് ലയിപ്പിച്ച് അതും തളിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ 23 ദിവസത്തെ പരിചരണം കൊണ്ട് എൻ്റെ കറിവേപ്പ് വീണ്ടും മിടുക്കരായി തുടങ്ങി. ഒട്ടും വളരുന്നില്ല എന്ന് പറയുന്നവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ.